എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇതൊരു പുതിയതായി ആരംഭിച്ച ന്യൂസ് ചാനലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്തകൾ മാത്രമായിരിക്കും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്തകളും ട്രാൻസ്ഫർ വാർത്തകളും സൂപ്പർ കപ്പ് വാർത്തകളും എല്ലാം തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയതായി ആരംഭിച്ച ചാനലിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെന്താമര വിരിയുന്ന പോലെ ഈ സീസണിനെ വരവേറ്റ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വെറും നിരാശ മാത്രമാണ് ISL 5ാം സീസൺ സമ്മാനിച്ചത്. മിസ് പാസുകളും ലോങ് ബോളും കാരണം ഒരു സീസൺ കൂടി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ സീസൺ. ടീം സെലക്ഷനിലെ പിഴവും താരങ്ങളുടെ ഫോമില്ലായ്മയും ബ്ലാസ്റ്റേഴ്സിനെ തളർത്തി. ഒരുപാട് പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച സ്ലാവിസ സ്റ്റോയനോവിക്കിനും മാറ്റേജ് പോപ്ലാലിക്കിനും ഫോമിലെത്താൻ കഴിയാത്തത് ടീമിനെ നല്ലവണ്ണം ബാധിച്ചു. കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും ഇനി കാര്യമില്ല. ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്നതാണ് ഇനി നാം ചിന്തിക്കേണ്ടത്. ഇനി സൂപ്പർ കപ്പ് വരാൻ പോവുകയാണ്. അടുത്ത സീസണിലെ നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, ആരെയൊക്കെ നമ്മുടെ ടീമിൽ നിന്ന് ഒഴിവാക്കണം. നമ്മുടെ ഡിഫൻസ് നല്ല ഫോമിലാണ് കളിക്കുന്നത്. മികച്ച നല്ല താരങ്ങൾ ഒത്തിണങ്ങിയതാണ് നമ്മുടെ പ്രതിരോധ നിര. അതുകൊണ്ട് തന്നെ അനസ് എടത്തൊടുകയും ലാക്കിക് പെസിക്കിനെയും സന്ദേശ് ജിങ്കിനെയും പ്രീതം സിംഗിനെയും അടുത്ത സീസണിൽ നമ്മൾ നിലനിർത്തണം. നമ്മുടെ മധ്യനിരയിൽ പെക്കൂസൻ ഒഴികെ എല്ലാ വിദേശ താരങ്ങളെയും ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ വിദേശ താരങ്ങളെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരു ടീമിൽ മാക്സിമം 7 വിദേശ താരങ്ങളെ മാത്രമേ പാടുള്ളൂ. സിറിൽ കാളി, നിക്കോള ക്രിഷ്മരവിക്, സ്ലാവിസ സ്റ്റോയനോവിക്, മാറ്റേജ് പോപ്ലാലിക്, കിസറോൺ കിസിറ്റോ തുടങ്ങിയ എല്ലാ താരങ്ങളെയും നമ്മൾ നമ്മുടെ ടീമിൽ നിന്ന് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ അറ്റാക്കർമാരെയും സ്ട്രൈക്കർമാരെയും പുതിയതായി നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പുതിയ താരങ്ങൾ നമ്മുടെ ടീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത സീസൺ നമുക്ക് പൊളിക്കാം. ഫൈനൽ ഡിസിഷൻ നമ്മുടെ മാനേജ്മെന്റിന്റെ കയ്യിലാണ്. നമുക്ക് പുതിയ CEO വന്നു കഴിഞ്ഞു. അദ്ദേഹം ഒന്ന് മനസ്സുവെച്ചാൽ അടുത്ത സീസണിൽ നല്ല പ്രഗത്ഭരായ താരങ്ങളെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയട്ടെ, ഇതൊരു പുതിയതായി ആരംഭിച്ച ചാനലായതുകൊണ്ട് തന്നെ എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.